പോകരുത്. അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും ശരി, സ്വന്തം മക്കളോടാണെങ്കിലും ശരി, സ്വന്തം ശിഷ്യന്മാരോടാണെങ്കിലും ശരി, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയോ കഴിയുന്നത് നൽകുക, നൽകുന്നത് പൂർത്തീകരിക്കുക. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ഇന്നൽ അഹദ കാന മസ്ഊലാ, വാഗ്ദത്തം എന്ന് പറയുന്ന വിഷയം, കരാർ ചെയ്യുന്ന വിഷയം, അത് ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോ കുറെ ആൾക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി ആ വിഷയത്തിലേക്ക് പിരിവ് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് എഴുതിയൊരാൾ പറഞ്ഞു, ഉസ്താദേ ചിലതൊക്കെ കടലാസിൽ അങ്ങനെ തന്നെ ഉണ്ടാകും, കുറച്ചുകൂടി വാങ്ങിക്കോളി, അതാ നല്ലത്. കടലാസിൽ തൂങ്ങാൻ മാത്രം ഒരു കരാറും പറയരുത് ഒരാളും. എല്ലാവരും പറയുന്നുണ്ട്, ഞാനും ഒരു 10,000 പറഞ്ഞില്ലെങ്കിലും മോശമല്ലേ, ഞാൻ ഇന്ന വാപ്പാന്റെ മോനാണ്, എനിക്ക് ഇന്ന ജോലിയാണ്, ഇന്ന വക 10,000. പിന്നെ ആ 10,000 കിട്ടാൻ വേണ്ടി ഒരുപാട് തവണ പലരും വന്നു. റഖീബത്തിതൊന്നല്ല, മനുഷ്യന്മാരന്നെ വന്നത്, പലരും വന്നു. മുൻകർണക്കീറൊന്നല്ല, നേർക്കരെ കാണുന്ന മനുഷ്യന്മാരൻ. അത് എടുക്കേ, കുറച്ച് കഴിഞ്ഞിട്ട് തരാം. മരിച്ചു കഴിഞ്ഞ് മക്കളോട് വെച്ചപ്പോ ബാപ്പാ കൈകൊണ്ട് ബാപ്പ തന്നില്ലേ, ഇനി ഞങ്ങളോട് വെക്കേണ്ട ആവശ്യം എന്താ? അത് തന്നില്ല കുട്ടിയാൽ മതി. കഴിഞ്ഞു. ആര് കൊടുക്കും? ആരാ പൂർത്തീകരിക്കാനുള്ളത്? പറഞ്ഞ ഒരു വാക്ക്, ഒരൊറ്റ വാഗ്ദത്തം പോലും പൂർത്തീകരിക്കാതിരിക്കരുത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് എന്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന് ശേഷം ആദ്യം പൊതുഖജനാവിലേക്ക് സ്വത്ത് വന്നത് ബഹ്റൈനിൽ നിന്നാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന അതേ ബഹ്റൈൻ. സ്വത്ത് വന്നപ്പോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തതുണ്ടെങ്കിൽ വന്നേക്കണം. ഇവിടെ സ്വത്ത് വന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയാണ് പറയുന്നത്. അതാ മുന്നോട്ട് വരുന്നു ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, വഫാത്തിന്റെ മുമ്പ് തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി പൊതുഖജനാവിലേക്ക് സ്വത്ത് വരട്ടെ. 2 കൈയും ഇങ്ങനെ കൂട്ടിയിട്ടാ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്രയും 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 തരാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്കാണുന്ന സഞ്ചിയിൽ നിന്ന്, ദിർഹമിൽ നിന്ന് വാരിയെടുത്തോളൂ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു വാരിയെടുത്തു. എണ്ണി നോക്കാൻ പറഞ്ഞു, 500 ദിർഹമുണ്ട്. അതിലേക്ക് ഒരു 1000 കൂടി കൂട്ടിക്കൊടുത്തു. ഒരൊറ്റ കോരൽ 500 ഉണ്ടെങ്കിൽ പിന്നെ 2 പ്രാവശ്യം കൂടി കോരിയാൽ 1500 അല്ലേ? അതങ്ങനെ പൂർണ്ണമായി കൊടുത്തു. പിന്നെയും ചോദിച്ചു, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനങ്ങളുണ്ടോ? ഉണ്ടത് ചോദിക്കണം, മുഴുവനും വീട്ടിത്തരാം, ഒരൊറ്റ ആൾക്കും ബാക്കിയില്ല. നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ പെരടിയില് വാഗ്ദാനങ്ങൾ കുറെ കിടപ്പുണ്ടെങ്കിൽ അത് വീട്ടാൻ താല്പര്യമില്ലാത്തവരായി മാറിയിട്ടുണ്ടോ നമ്മളെ മക്കള്? നമ്മുടെ ബാധ്യത എന്ന് തീരാനാ, എന്ന് ഒഴിവാകാനാണ്, ആര് കൊടുത്തു വീട്ടാനാ? വാഗ്ദാനങ്ങൾ എഴുതുമ്പോഴും ചേർക്കുമ്പോഴൊക്കെ പേരൊക്കെ എൻ്റെ കയ്യിൽ വേണം, എനിക്കും അതിൽ വേണം. ദുആക്ക് പ്രതീക്ഷ കൊണ്ട് മാത്രം കൊടുത്താൽ പോരാ, ദുആ പ്രതീക്ഷ കൊണ്ട് മാത്രം വാക്ക് കൊടുത്താൽ പോരാ, അത് പൂരിപ്പിക്കുകയും വേണം. എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ പൂരിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, പൂർത്തീകരിക്കാനുള്ള ആവത് അല്ലാഹു ഏറ്റിത്തരട്ടെ. ഒരുപാട് ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ വിഷയത്തിൽ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഇത്ര എൻ്റെ വക തരാമെന്ന് പറഞ്ഞ കറക്റ്റായത് വീട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അവർ ഭാഗ്യവാന്മാരാണ്, മുത്തഖീങ്ങൾ അടയാളാണ്. അൽ വഫാഉ ബിൽ അഹദ്. കുട്ടി നല്ലോണം പഠിച്ച് ഉയർന്ന് നല്ല റാങ്കോടെ പാസ്സാകാൻ വേണ്ടി ബുദ്ധിമാനായ കുട്ടിയോട് വാപ്പ പറഞ്ഞു, മോനെ, കേരളത്തിൽ ഒരു 100ന്റെ ഇടയ്ക്ക് എനിക്ക് റാങ്ക് ലഭിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പരീക്ഷ കൂട്ടിക്കോളും, ഞാൻ ഒരു പരീക്ഷയും പറയുന്നില്ല, 100ന്റെ ഇടയ്ക്ക് നിനക്കതിൽ റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും, അപ്പോഴേക്ക് നിനക്കൊരു 10-20 വയസ്സായിട്ടുണ്ടാവില്ലേ, ഉറപ്പായിട്ടും നിനക്ക് ഒരു 1.25 ലക്ഷത്തിന്റെ നല്ലൊരു വണ്ടി ഞാൻ വാങ്ങിത്തരുന്നു. ഒരു ബൈക്ക് കുട്ടികളല്ലേ, അല്ല വിലപിടിപ്പുള്ള കടകൊക്കെ ചുരുക്കുള്ള മൈലേജൊക്കെ ഉള്ള കുട്ടി അങ്ങനെ അധ്വാനിച്ച്
നല്ല ആഗ്രഹമൊക്കെ മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇങ്ങനെ പറഞ്ഞ വല്ല വാക്കും മറക്കോ? മറക്കൂല. വേറെന്തെങ്കിലും ദ്വാരക്കാൻ പറഞ്ഞതൊക്കെ മറന്നുണ്ടാവും, പക്ഷെ ഇത് മറക്കൂല. ഇത് കിട്ടാനുള്ളതല്ലേ, അത് മനുഷ്യ സഹജമാണ്, മറക്കാതിരിക്കാന്നുള്ളത്. മറക്കൂല. അങ്ങനെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് 100ന്റെ ഇടയിൽ അത് ആ ലിസ്റ്റിൽ പേര് വന്നു. കുട്ടി ബാപ്പാനോട് നിങ്ങൾ പണ്ട് പറഞ്ഞേ മറന്നുപോയോ? എന്ത് പറഞ്ഞത്? നിങ്ങൾ പണ്ട് പറഞ്ഞില്ലേ എനിക്ക് 1.25 ലക്ഷത്തിന്റെ വാഹനം വാങ്ങിത്തരാം? ഞാനോ? ഉമ്മ പറഞ്ഞ അതെ നിങ്ങൾ തന്നെ പറഞ്ഞത്, വേറെ ആരുമില്ല, നിങ്ങൾ തന്നെ പറഞ്ഞത്. കുട്ടിക്ക് നല്ല താങ്ങും തണലുമായിട്ട് ഉമ്മയും വന്നു, നിങ്ങളങ്ങനെ പറഞ്ഞു. ഇപ്പുറത്തുനിന്ന് പെങ്ങള് വന്നിട്ട് പറഞ്ഞു ആ ശരിയാണ്, ആ പറഞ്ഞു, നിങ്ങളും പറഞ്ഞു. അപ്പൊ സാക്ഷികളും ഒക്കെ ആയി, ഇനി ആരെയും ആവശ്യമില്ല. നമുക്ക് നോക്കാം, എടുക്കാം. അവിടെ വയന്നാ പോരാ, അത് വാങ്ങിക്കൊടുക്കണം. പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ട സംഗതിയാണ്. ഇനിയും ആ കുട്ടി പഠിക്കാനുള്ളൊരു പ്രചോദനം കൂടുതലുണ്ടാകാൻ ആ വാക്കുപാലനം, വാഗ്ദത്തം ഏറ്റവും നല്ലതാണ്. അതാരോടും പാലിക്കും. വാഗ്ദാനം അത് പാലിക്കാതെ പോകരുത്. വഫാഉം ബിൽ അഹദ് ഒരു പ്രത്യേക അടയാളമാണ്. പറഞ്ഞ വാക്കിന് നല്ല വില കൽപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.